1200 ആണ്ട് മേടമാസം 1-ാം തീയതി, മീനം 13-ാം തീയതി അസ്തമിച്ച് 14-ാം തീയതി മേടമാസം 1-ാം തീയതി രാവിലെ 3 മണി കഴിഞ്ഞാണ് മേടസംക്രമം. ഏകദേശം 3:12 എന്ന് പറയുന്ന സമയം. രാത്രിയിലാണ്, ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച പുലർച്ചെയാണ് നടക്കണേ. തിങ്കളാഴ്ച ദിവസമാണ് അത്. അതുപോലെ തന്നെ അത് കൃഷ്ണപക്ഷ പ്രഥമയിൽ വരാഹകരണത്തിലാണ്. തുലാം രാശി തുലാക്കൂറിലാണ് ഈ സംക്രമം നടക്കണേ. പൊതുവെ വിഷുഫലം അത്ര മോശമായിട്ടൊരു വർഷഫലമല്ല ഇക്കുറി. ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ഇക്കുറി വിഷുഫലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിഷു കഴിഞ്ഞ് വലിയ താമസമില്ലാതെ വ്യാഴത്തിൻ്റെ പകർച്ച വരികയാണ്. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ രാഹുകേതുക്കളുടെ പകർച്ചയാണ്. ശനിയുടെ പകർച്ച ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഗ്രഹങ്ങളൊക്കെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയൊക്കെ പകർച്ച എന്ന് പറഞ്ഞാൽ വർഷത്തിലൊന്നാണ്. ഇതെല്ലാം ഈ പറഞ്ഞ രാഹു ആയാലും കേതു ആയാലും ശനി ആയാലും വ്യാഴമായാലും എല്ലാ ഗ്രഹങ്ങളും, ഈ പറയുന്ന 4 ഗ്രഹങ്ങളും ഒരുമിച്ച് പകരുന്നു. അത് വിഷുവിനോടനുബന്ധിച്ച് തൊട്ട് മുമ്പായിട്ടും തൊട്ട് കഴിഞ്ഞുമായിട്ട് പകരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ തവണ വിഷു സംക്രമത്തിൻ്റെ ഒരു ഫലം, പൊതുവെ ഫലം നോക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു വ്യവസായ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ വളരെ വളരെ ഉയർച്ചയുള്ള കാലഘട്ടം. വ്യവസായ മേഖലകളിൽ എല്ലാവർക്കും നല്ല ഉയർച്ചയുള്ള കാലഘട്ടം. അതുപോലെ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ വിദ്യാഭ്യാസത്തിനും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യയ്ക്ക് നടക്കാനും ജോലിക്കും ഒക്കെ വളരെ നല്ല സമയമാണ്. കാർഷിക വൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാർഷിക വൃത്തികൾ വടക്കോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും കാർഷിക വൃത്തിക്ക് പല നാശങ്ങളാണെങ്കിലും തെക്ക് ഭാഗത്തേക്ക് മാറുമ്പം കാർഷിക വൃത്തിക്കൊക്കെ കുറച്ച് അഭിവൃദ്ധിയും കാണുന്ന ഒരു കാലഘട്ടം.